ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാൻ, പഞ്ഞം, പട, വസന്ത എന്നിവയിൽ നിന്നെല്ലാം നമ്മളെ കാത്തുരക്ഷിക്കുവാൻ നമുക്കായി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുന്ന പുണ്യവാനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ക്രിസ്തുവിന് വേണ്ടി സഹിച്ചപ്പോൾ അവൻ തൻ്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റി. തനിക്ക് കേൾക്കേണ്ടി വന്ന വേദനകളെ തിരുവേദനകളാക്കി മാറ്റി. മരത്തിൽ തൂങ്ങപ്പെട്ട് അമ്പെയ്ത് നിൽക്കുന്ന വിശുദ്ധൻ്റെ ചിത്രം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. നർബോലയിൽ ജനിച്ച് റോമാ പട്ടാളത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചവൻ, എന്നാൽ തൻ്റെ വിശ്വാസത്തിനു വേണ്ടി ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ പീഡനമേറ്റവൻ. അവനെ പട്ടാളക്കാർ ഗദ കൊണ്ട് അടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. അവനെ കൊന്ന് അഴുക്കുചാലിൽ തള്ളിയെങ്കിലും തമ്പുരാൻ അവനെ തള്ളിയില്ല. അവനെ വാനോളം ഉയർത്തി. മരണം വരെ വിശ്വസ്തനായിരുന്നതുകൊണ്ട് അവന് ജീവൻ്റെ കിരീടം കൊടുത്തു. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മരണം വരെ വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ നിനക്ക് ജീവൻ്റെ മകുടം നൽകാം. വിശ്വസ്തയോടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മരണം വരെ തീഷ്ണതയോടെ ജീവിച്ച വിശുദ്ധനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാതൃക അനുകരിച്ച് നമുക്കും തീഷ്ണതയോടെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകാം. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. പ്രിയരെ, മന്ദോഷ്ണത നമുക്ക് വെടിയാം. ഈശോയ്ക്ക് വേണ്ടി തീഷ്ണതയോടുകൂടി സാക്ഷ്യം നൽകാം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. വിശുദ്ധ ചെറോം ഇപ്രകാരം നമ്മോട് പറയുന്നു: ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ട മനുഷ്യർ മരിച്ചേക്കാം, എന്നാൽ അവർ ഒരിക്കലും തോൽപ്പിക്കപ്പെടുകയില്ല. ഈശോയ്ക്ക് വേണ്ടി രക്തം ചിന്തിയവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളെ തന്നെ കഴുകിയവർ ദൈവസന്നിധിയിൽ നമുക്കായി എപ്പോഴും മാധ്യസ്ഥം വഹിക്കും. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഏവർക്കും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.